declaration of variables, then how to use variables in an expression and printing the values of variables. ഇത്രയും കാര്യങ്ങളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ഫങ്ഷൻ ജസ്റ്റ് മെയിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം പറഞ്ഞതാണ് മെയിൻ ഫങ്ഷനകത്ത് ആദ്യം വരിക ഡിക്ലറേഷൻ പാർട്ടാണ്, അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടബിൾ പാർട്ട്. അപ്പോൾ ഡിക്ലറേഷൻ പാർട്ടിനകത്ത് ഉണ്ടാവുക കുറേ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് എന്തൊക്കെ വേരിയബിൾസാണ് ഈ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വേരിയബിൾസൊക്കെ ഇവിടെയാണ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് എ എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റീജർ വേരിയബിൾ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻറ്റ് എ എന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്രിൻ്റ് എഫ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് എഫിൻ്റെ സിൻറ്റാക്സ് നമുക്കറിയാം. പ്രിൻ്റ് എഫിനകത്ത് ആദ്യം വരെ കൺട്രോൾ സ്ട്രിങ് ആണ്. നേരത്തെ നമ്മളൊരു ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതിയതാണ്. അതിനകത്ത് കൺട്രോൾ സ്ട്രിങ്ങിൽ നമ്മൾ ഹലോ വേൾഡ് എന്നാണ് ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തത്. അപ്പോൾ അത് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ ഒരു സ്ട്രിങ് മാത്രമല്ല കൊടുക്കാനുള്ളത്, നമുക്ക് എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ കൂടെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് എഫിൻ്റെ സിൻറ്റാക്സിൽ കൺട്രോൾ സ്ട്രിങ്, അതായത് ഡബിൾ കോഡ്സിൽ കൺട്രോൾ സ്ട്രിങ് കോമ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കാനുണ്ട്. ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എ ആണ്. കാരണം എയുടെ വാല്യൂ ആണ് എനിക്ക് പ്രിൻ്റ് എഫിലൂടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ കോഡ്സിൽ നമ്മൾ എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ എന്താണ് ഔട്ട്പുട്ട് വരേണ്ടത് അത് അങ്ങനെ തന്നെ, എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് അതുപോലെയാണ്, ആ ക്യാരക്ടേഴ്സ് അതുപോലെയാണ് നമ്മൾ പ്രിൻ്റ് എഫിനകത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഹലോ എന്ന് കൊടുത്താൽ വെറുതെ ഇങ്ങനെ ഹലോ എന്നാണ് പ്രിൻ്റ് എഫിൻ്റെ കൺട്രോൾ സ്ട്രിങ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹലോ എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. ഇവിടെ എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് എയുടെ വാല്യൂ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ എയുടെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു 5 എന്നാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് എഫിനകത്ത് കൊടുക്കുക എ ഈക്വൽ ടു, ഇനി 5 എന്നുള്ള വാല്യൂ ഇവിടെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എ ഈക്വൽ ടു 5 എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. ഇനി എയുടെ വാല്യൂ 10 ആണെങ്കിലും 100 ആണെങ്കിലും എന്താണെങ്കിലും എ ഈക്വൽ ടു 5 എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ച്വൽ എയുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫോർമാറ്റ് സ്പെസിഫിക്കേഷനാണ് യൂസ് ചെയ്യുക. ഇവിടെ %d ആണ് യൂസ് ചെയ്യുക. കാരണം എ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ ഈക്വൽ ടു %d എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റീജർ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. എന്ത് ഇൻറ്റീജർ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എ എന്ന് കൊടുത്താൽ അതിൻ്റെ മീനിങ് ഈ എക്ക് വേണ്ടിയിട്ടൊരു പ്ലേസ് ഹോൾഡർ ഇതിനകത്ത് എവിടെയോ വരുന്നുണ്ട്, ആ സ്ഥാനത്ത് എ വരും. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റീജർ വേരിയബിൾ പുറത്ത് കൊടുത്തതുകൊണ്ട് അകത്ത് എവിടെയെങ്കിലും ഒരു %d ഉണ്ടെങ്കിൽ അവിടെ എയുടെ വാല്യൂ വരേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എ ഈക്വൽ ടു %d എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ %dയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂ വരും. ഗെറ്റ് CH എന്തിനാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ടുണ്ട്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഒരു വാണിംഗ് കാണിക്കും. എന്താണ് ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ, വേണമെങ്കിൽ റിട്ടേൺ 0 ഗെറ്റ് CHന് ശേഷം കൊടുക്കാം. ഞാനത് കൊടുക്കാണ്ട് തന്നെ റൺ ചെയ്യാൻ പോവാണ്. ഇത് ഇതിൻ്റെ മുന്നേ റൺ ചെയ്തൊരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടും വന്നു, അത് ഒരൊറ്റ ലൈനിൽ വന്നതുകൊണ്ട് മനസ്സിലാവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് CLR SCR എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ ഇവിടുന്ന് കോൾ ചെയ്യാം. ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വന്നിട്ടുണ്ട്, -28,762. നമ്മൾ എന്തെങ്കിലും വാല്യൂ ആക്കി കൊടുത്തിട്ടുണ്ടോ? ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ വേരിയബിൾ ഇനീഷ്യലൈസേഷനൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വേരിയബിളിന് ഇനീഷ്യൽ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുകയെന്ന്. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാല്യൂ വരുന്നത്. ഇവിടെ നമ്മൾ എക്ക് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ അവിടെ ഒരു വാല്യൂ വന്നു. അപ്പോൾ ഇനി നമുക്ക് എക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാം. ഞാനിവിടെ എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുകയാണ്. വീണ്ടും കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. ഇപ്പോൾ എ ഈക്വൽ ടു 10 എന്ന് വന്നു. ഇനി ഞാൻ പ്രിൻ്റ് എഫിൻ്റെ മെസ്സേജ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എനിക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് വരേണ്ടത് ഇപ്പോൾ വാല്യൂ ഓഫ് ദി വേരിയബിൾസ്
വാല്യൂ ഓഫ് ദി വേരിയബിൾസ് എന്നാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ടെക്സ്റ്റ് തന്നെയാണ് ഞാൻ അതിനകത്ത് കൊടുക്കുക. അതായത് വാല്യൂ ഓഫ് ദി വേരിയബിൾസ് 10. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വരേണ്ടത്. ഇപ്പോൾ വാല്യൂ ഓഫ് ദി വേരിയബിൾസ് %d എന്ന് കൊടുത്തു. %dയുടെ സ്ഥാനത്ത് എന്തിൻ്റെ വാല്യൂ വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തു. ഇനി കമ്പൈൽ ചെയ്തു, റൺ. വാല്യൂ ഓഫ് ദി വേരിയബിൾസ് 10. ഇനി വാല്യൂ ഓഫ് എസ് എന്നാണ് കൊടുക്കേണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് 2 വേരിയബിൾസ് വേണം. ഞാനിപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ അതിന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഫ്ലോട്ട് ബി ഈസ് ഈക്വൽ ടു 55.5 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കിനി ബിയുടെ വാല്യൂയും കൂടെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഔട്ട്പുട്ട് കൊടുക്കുകയാണ് വാല്യൂ ഓഫ് എസ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇൻറ്റീജേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. %d ആൻഡ് വാല്യൂ ഓഫ് ബി എസ്, വാല്യൂ ഓഫ് എ എസ് %d എന്ന് കൊടുത്തു, കാരണം എ ഇൻറ്റിജറാണ്. ഇനി ബി എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ %f ആണ്. ഇപ്പോൾ നമ്മുടെ പ്രിൻ്റ് എഫിൻ്റെ കൺട്രോൾ സ്ട്രിങ്ങിൽ 2 ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ വന്നു, %dയും %fഉം. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്ത് 2 ആർഗ്യുമെൻറ്റ്സ് വേണം, കോമ ബി. അതായത് ഫസ്റ്റ് %dയുടെ സ്ഥാനത്ത് വരേണ്ടത് എയും %fൻ്റെ സ്ഥാനത്ത് വരേണ്ടത് ബിയും ആണ്. അപ്പോൾ ഉള്ളിൽ കൊടുത്ത ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ്റെ അതേ ഓർഡറിലായിരിക്കണം പുറത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടാവേണ്ടത്. പിന്നെ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നതും സെയിം ആസ് നമ്പർ ഓഫ് ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ പ്രിൻ്റ് ആയിട്ട് വരണം. ഇവിടെ ബിയുടെ വാല്യൂ വന്ന് നോക്കുക. വാല്യൂ ഓഫ് എ ഇസ് 10 ആൻഡ് വാല്യൂ ഓഫ് ബി ഇസ് 55.50000 അങ്ങനെ വന്നു. അതായത് ഡെസിമൽ പോയിൻറ്റിന് ശേഷം 6 പ്ലേസസ് ആണ് വന്നത്. അത് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു 6 ഡിജിറ്റ് പ്രെസിഷനാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റിനുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും %f എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 6 പൊസിഷൻസ് ആണ് വരിക. ഇനി നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഫ്രാക്ഷണൽ ഫോമും എക്സ്പൊണൻഷ്യൽ ഫോമും. ഇത് ഫ്രാക്ഷണൽ ഫോമായിട്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. ഇനി എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ ഇവിടെ ആകെ 55.5 എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രാക്ഷണൽ ഫോമിൽ തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണുന്നതാണ് മനസ്സിലാക്കാൻ എളുപ്പം. വലിയ നമ്പേഴ്സാണ് സാധാരണ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നാലും നമുക്കിപ്പോൾ ഇതിനെ എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് പ്രിൻ്റ് ചെയ്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ %f എന്നല്ല %e എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടു 5.5500 എന്നുവെച്ചാൽ അത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറായിട്ടാണ് മാൻഡിസ കാണിച്ചത്. ദെൻ ഈ എക്സ്പൊണൻറ്റ് +01. അപ്പം ഇങ്ങനെയാണ് എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക %e എന്ന്. നോർമലായിട്ട് ആണെന്നുണ്ടെങ്കിൽ %f എന്ന് കൊടുക്കുക. ഇനി നമുക്കിതിപ്പോൾ 2 ലൈനിൽ വരണം. ഫസ്റ്റ് ലൈനിൽ വാല്യൂ ഓഫ് എ എസ് എന്ന് വരണം, സെക്കൻഡ് ലൈനിൽ വാല്യൂ ഓഫ് ബി എസ് എന്ന് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എസ്കേപ്പ് സീക്വൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു എസ്കേപ്പ് ക്യാരക്ടർ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ \ക്യാരക്ടർ /n എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് എ എസ് %d, അത് കഴിഞ്ഞിട്ട് /n എന്ന് കൊടുക്കുക. /n എന്ന് പറഞ്ഞാൽ അത്രയും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ പോകണം എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി കമ്പൈൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലൈനിൽ വാല്യൂ ഓഫ് എ എസ് 10 എന്ന് വന്നു, അടുത്ത ലൈനിൽ വാല്യൂ ഓഫ് ബി എസ് എന്ന് പറഞ്ഞിട്ട് ബിയുടെ വാല്യൂ വന്നു. ഇനി സിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രിൻ്റ് എഫ് എപ്പോഴും പ്രിൻ്റ് ചെയ്യുക, കേഴ്സർ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് പ്രിൻ്റ് ചെയ്യുക. അതായത് 2 പ്രിൻ്റ് എഫ് ആയിട്ട് കൊടുത്തു എന്നുള്ളതുകൊണ്ട് അടുത്ത ലൈനിലൊന്നും പ്രിൻ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഫസ്റ്റ് പ്രിൻ്റ് എഫ് ഇങ്ങനെ കൊടുത്തു, അതായത് എയുടെ വാല്യൂ മാത്രം ഫസ്റ്റ് പ്രിൻ്റ് എഫിൽ കൊടുത്തു എന്നിരിക്കും. വാല്യൂ ഓഫ് എ ഇസ് %d. എന്നിട്ട് അടുത്ത പ്രിൻ്റ് എഫ് കൊടുക്കുകയാണ്.
വാല്യൂ ഓഫ് ബി ഈസ് പെർസെൻറ്റേജ് എഫ്. ഇങ്ങനെ കൊടുത്താലും നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് ഒരു ലൈനിൽ തന്നെയാണ് വരിക. കണ്ടോ? അതായത് നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ 2 പ്രിൻ്റ് ആയിട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു 2 പ്രിൻ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രിൻ്റ് ഒരു ലൈൻ പ്രിൻ്റ് ചെയ്യും, അടുത്ത പ്രിൻ്റ് അടുത്ത ലൈൻ പ്രിൻ്റ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ പ്രിൻ്റ് ചെയ്യില്ല. രണ്ട് ലൈനിലായിട്ട് 2 പ്രിൻ്റ് ആയിട്ട് കൊടുത്താലും മറ്റു ലൈനിലാണ് പ്രിൻ്റ് ചെയ്യുക. നേരത്തെ ഇപ്പോൾ അവിടെ ബിയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്തില്ലല്ലോ, ഞാൻ പെർസെൻറ്റേജിന് എഫിനും ഇടയ്ക്ക് വേറൊരു ക്യാരക്ടർ വന്നു, അതുകൊണ്ടാണ് ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കുക. നേരത്തെ വാല്യൂ ഓഫ് ബി ഇസ് പെർസെൻറ്റേജ് ക്യാരക്ടർ എഫ് എന്നാണ് കാണിച്ചത്, ക്യാരറ്റ് എഫ് എന്നാണ് കാണിച്ചത്. കാരണം ഞാൻ പെർസെൻറ്റേജ് എഫ് എന്നല്ല അവിടെ കൊടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക, നമ്മൾ ഉള്ളിൽ പെർസെൻറ്റേജ് എഫ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ പുറത്ത് ബി എന്ന് കൊടുത്തിരുന്നു നേരത്തെ, അല്ലേ? നേരത്തെ എഴുതിയത് വാല്യൂ ഓഫ് ബി ഈസ് പെർസെൻറ്റേജ് ക്യാരറ്റ് എഫ് എന്നാണ്, എന്നിട്ട് കോമ ബി എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ വാല്യൂ ഓഫ് ബി ഈസ് പെർസെൻറ്റേജ് ക്യാരറ്റ് എഫ് എന്നാണ് വന്നത്, കാരണം അത് പെർസെൻറ്റേജ് എഫ് ആയിരുന്നില്ല ഞാൻ അവിടെ കൊടുത്തത്. അപ്പോൾ ഉള്ളിൽ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും പുറത്ത് നമുക്ക് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാം, എററൊന്നും കാണിക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ 2 ലൈനിലായിട്ട് 2 പ്രിൻ്റ് എഫ് ആയിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലും നമുക്കിവിടെ സ്ലാഷ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ പ്രിൻ്റ് എഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ പ്രിൻ്റ് എഫിൻ്റെ എൻഡിൽ കൊടുക്കാം. സ്ലാഷ് എന്ന് കൊടുത്താൽ മാത്രമേ അടുത്ത ലൈനിലേക്ക് വരുള്ളൂ. ഇനി നമുക്ക് എയുടെ വാല്യൂ ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു A+1. എ ഈക്വൽ ടു A+1 എന്ന് എഴുതിയാൽ ആദ്യം A+1 കണ്ടുപിടിക്കും, അത് എയിലേക്ക് അസൈൻ ചെയ്യും. അത് എയുടെ വാല്യൂ ഇപ്പോൾ 11 ആവണം. വാല്യൂ ഓഫ് എ ഇസ് 11, വാല്യൂ ഓഫ് ബി മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്പ്രഷൻ ഇതിനകത്ത് എഴുതുക. ഇനി ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിക്ലറേഷൻ ആയിരിക്കണം, അതിന് ശേഷമാണ് എക്സിക്യൂട്ടബിൾ പാർട്ട് എഴുതുകയെന്ന്. ഇനിയിപ്പോൾ ഞാൻ ഡിക്ലറേഷൻ്റെ മുന്നേ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചു. ഞാനിവിടെ CLR SCR എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ആദ്യം നടത്തി റൺ ചെയ്യുന്ന സമയം കമ്പയർ ചെയ്തപ്പോൾ എറർ വന്നു. ഡിക്ലറേഷൻ ഇസ് നോട്ട് അലൗഡ് ഹിയർ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഡിക്ലറേഷൻ എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു CLR SCR എഴുതി എന്ന് പറഞ്ഞാൽ ഇനി ഡിക്ലറേഷൻ പറ്റില്ല, എക്സിക്യൂട്ടബിൾ പാർട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ എക്സിക്യൂട്ടബിൾ പാർട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിക്ലറേഷൻ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുകളിലെ സ്റ്റേറ്റ്മെൻ്റ് അവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ പ്രോഗ്രാമിനകത്ത് തന്നെ ഇപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനൊരു വാല്യൂ അതിനകത്ത് തന്നെ അസൈൻ ചെയ്തു, എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്ക് വാല്യൂ യൂസറിൻ്റെ അടുത്തുനിന്ന് ഗെറ്റ് ചെയ്യണം, അതായത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം വാല്യൂ. അപ്പോൾ എയുടെ വാല്യൂ 10 എന്നാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതിയാൽ എപ്പോൾ റൺ ചെയ്യുകയാണെങ്കിലും എയുടെ വാല്യൂ 10 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ഓരോ തവണ റൺ ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ എന്താണെന്ന് അപ്പോൾ കൊടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർമാറ്റഡ് ഇൻപുട്ട് ഫംഗ്ഷനായിട്ട് സ്കാൻഎഫ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് സ്കാൻഎഫ് വെച്ചിട്ട് എങ്ങനെയാണ് എയുടെ വാല്യൂ റീഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ സ്കാൻഎഫിൻ്റെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് കൺട്രോൾ സ്ട്രിങ് ആണ്. കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് %d എന്ന് കൊടുത്തു. എനിക്ക് ഇൻറ്റീജറാണ് റീഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് പുറത്ത് $A എന്ന് കൊടുക്കുക. എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് എനിക്ക് വാല്യൂ റീഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് അഡ്രസ് ഓഫ് എ ആണ് അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിത് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നില്ല. എനിക്കിതിവിടെ ഒരു കമൻ്റായിട്ട് കൊടുക്കാം. കമൻറ്റ് എങ്ങനെയാണ് കൊടുക്കുക? കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കമൻറ്റ് കൊടുക്കുക /സ്റ്റാറിനും /സ്ലാഷിനും ഇടയ്ക്കാണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനൊരു കമൻ്റായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം A ഈക്വൽ ടു A+1 എന്ന് പറഞ്ഞ ലൈനിനെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടു. ഇപ്പോൾ നമ്മൾ ചെയ്തെന്താണ്, സ്കാൻഎഫിനകത്ത് $A കൊടുത്തു, അതായത് നമ്മൾ എ എന്ന് പറഞ്ഞ വേരിയബിൾ റീഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് എയുടെ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, ബിയുടെ വാല്യൂം പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ എഴുതി വെച്ചത് അതുപോലെ തന്നെ അവിടെ കീപ്പ് ചെയ്യണം.
കമ്പൈൽ ചെയ്തു. ഇത് നേരത്തെ പ്രിൻ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ്. വാല്യൂ ഓഫ് എ ഇസ് 11 ആൻഡ് വാല്യൂ ഓഫ് ബി ഇസ് 55 എന്ന് പറഞ്ഞത്. ഇപ്പോൾ കേഴ്സർ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്കാനഫ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻറ്റിജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് എൻ്റർ ചെയ്തതിന് ശേഷം പുതിയ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വന്നു. വാല്യൂ ഓഫ് എ ഇസ് 5 ആൻഡ് വാല്യൂ ഓഫ് ബി ഇസ് 55.5. 5 ആണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത്. അത് നേരത്തെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവുണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്കാനഫിൻ്റെ മുന്നേ CLR SCR കൊടുക്കാം. ഇത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ടൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്കാനഫ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഈ CLR SCR വേണ്ട. നമുക്ക് കമൻറ്റ്സ് ഇങ്ങനെയും കൊടുക്കാം. ഒരൊറ്റ ലൈൻ മാത്രമാണ് നമുക്ക് കമൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡബിൾ സ്ലാഷ് കൊടുത്താൽ മതി. അതേസമയം ഒന്നിൽ കൂടുതൽ ലൈൻസ് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് /* ആൻഡ് */ കൊടുക്കുക. അത് ഒറ്റ ലൈനും കൊടുക്കാം, ഒന്നിൽ കൂടുതൽ ലൈനും കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കേഴ്സർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം എന്താണ്, അവിടെ നമ്മളൊരു സ്കാനഫ് കൊടുത്തിട്ടുണ്ട്. സ്കാനഫ് കൊടുത്തപ്പോൾ നമുക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കണം. സ്കാനഫിനകത്ത് നമ്മൾ %d എന്നാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇൻറ്റീജർ വാല്യൂ 7 എൻ്റർ ചെയ്തു. അതായത് ഇൻറ്റീജർ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ വാല്യൂ ഓഫ് എ ഇസ് 7 ആൻഡ് വാല്യൂ ഓഫ് ബി ഇസ് 55.5. അത് നമ്മൾ ബിയുടെ വാല്യൂ അവിടെ സെറ്റ് ചെയ്തതാണ്. എയുടെ വാല്യൂ ആണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന്. വെറുതെ കേഴ്സർ ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പോൾ അവിടെ 7 എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ്, ഞാനാണ് ഈ പ്രോഗ്രാം എഴുതിയത്, എനിക്കറിയാം അവിടെ ഒരു സ്കാനഫ് ഉണ്ട്, അതിൻ്റെ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഗ്രാമിൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് ഒരു പ്രിൻ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, എൻ്റർ ആൻ ഇൻറ്റീജർ. ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്താൽ എൻ്റർ ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ട് ഒരു /n കൊടുത്തു. അതായത് എൻ്റർ ആൻ ഇൻറ്റീജർ എന്ന് പ്രിൻ്റ് ചെയ്യുക, അടുത്ത ലൈനിലേക്ക് പോവുക. കേഴ്സർ അടുത്ത ലൈനിൽ പോയി നിൽക്കണം. ഇങ്ങനൊരു മെസ്സേജ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്താ, ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യം വരിക എന്താണ്, എൻ്റർ ആൻ ഇൻറ്റീജർ. അത് കഴിഞ്ഞിട്ട് കേഴ്സർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലാണ്ട് വെറുതെ കേഴ്സർ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു സ്കാനഫ് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്കത് എന്തിനാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഒരു പ്രിൻ്റ് കൊടുക്കുക. അത് ഒരു സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക, എന്തിനാണ് ഈ സ്കാനഫ് എന്ന് മനസ്സിലാവാൻ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റർ ആൻ ഇൻറ്റീജർ എന്ന് അവിടെ വന്നു. എന്നിട്ട് കേഴ്സർ വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം അവിടെ ഇൻറ്റീജർ എൻ്റർ ചെയ്യണമെന്ന്. ഞാൻ 8 എന്ന് എൻ്റർ ചെയ്തു. വാല്യൂ ഓഫ് എ ഇസ് 8 പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് റീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 സ്കാനഫ് എഴുതണ്ട, ഒറ്റ സ്കാനഫിൽ തന്നെ ചെയ്യാം. അപ്പോൾ എനിക്ക് എയുടെ വാല്യൂം ബിയുടെ വാല്യൂം റീഡ് ചെയ്യണം. അപ്പോൾ എ ഇൻറ്റീജറും ബി ഫ്ലോട്ടിംഗ് പോയിൻറ്റുമാണ്. അപ്പോൾ %d %f എന്ന് കൊടുത്തു. ഇനി ഇവിടെ $a, $b, എയിലേക്കും ബിയിലേക്കാണ് വാല്യൂസ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ മെസ്സേജും മാറ്റി കൊടുക്കുക. ഈ മെസ്സേജ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ റൺ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവണം എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എൻ്റർ ആൻ ഇൻറ്റീജർ ആൻഡ് റിയൽ നമ്പർ /n എന്ന് മെസ്സേജ് മാറ്റി കൊടുത്തു. എൻ്റർ ആൻ ഇൻറ്റീജർ ആൻഡ് റിയൽ നമ്പർ. അപ്പോൾ ഒരു ഇൻറ്റീജർ എൻ്റർ ചെയ്യുക, എൻ്റർ കീ അടിക്കുക, റിയൽ നമ്പർ എൻ്റർ ചെയ്യുക 6.8. അപ്പോൾ വാല്യൂ വന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് എ ഇസ് 3, വാല്യൂ ഓഫ് ബി ഇസ് 6.8. ഇനി ഞാൻ ഇതൊന്നും കൂടെ റൺ ചെയ്യാണ്. ഇവിടെ എൻ്റർ ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 6 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ റിയൽ നമ്പർ എന്ന് പറഞ്ഞപ്പോൾ 8 എന്ന് എൻ്റർ ചെയ്തു. അതായത് അവിടെ റിയൽ നമ്പറാണ് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ 8 എന്ന് അടിച്ചാലും അതിനെ റിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തോളും. 8 എന്ന് പറഞ്ഞാൽ 8.0 ആയിട്ട് എടുത്തോളും. ഇനി ഒന്നുകൂടെ റൺ ചെയ്യാണ്. എൻ്റർ ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 6.1 കൊടുത്തു. എൻ്റർ ചെയ്യേണ്ടത് ഒരു ഇൻറ്റീജർ ആയിരുന്നു.
പക്ഷെ ഞാൻ എൻ്റർ ചെയ്തത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറാണ്. സ്കാനഫ് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്കാനഫിനകത്ത് നമുക്കൊരു പെർസെൻറ്റേജ് ഡിയും പെർസെൻറ്റേജ് എഫ് വരുന്നുണ്ടായിരുന്നത്. പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിജറും കൊടുക്കണമായിരുന്നു, പെർസെൻറ്റേജ് എഫിൻ്റെ സ്ഥാനത്ത് റിയൽ നമ്പറും കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ 6.1 എന്ന് കൊടുത്ത സമയത്ത് അതിൽ 6 മാത്രമാണ് ഇൻഡിജറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിജർ അല്ല. അപ്പോൾ ആ 6നെ എവിടേക്ക് എടുത്തു? പെർസെൻറ്റേജ് ഡിയുടെ സ്ഥാനത്ത് എടുത്തു. അത് കഴിഞ്ഞിട്ടൊരു 0.01 കൂടെ ഉണ്ട്. ആ 0.01 അല്ല 0.1. 0.1 എന്ന് പറഞ്ഞത് എങ്ങോട്ട് എടുത്തു? അടുത്ത പെർസെൻറ്റേജ് എഫിലേക്ക് എടുത്തു, അതായത് ബിയുടെ വാല്യൂ ആയിട്ട് എടുത്തു. അതുകൊണ്ടാണ് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 6ഉം വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് 0.1ഉം വന്നത്. അതായത് ഇവിടെ നമുക്ക് 6.1 എന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തതുകൊണ്ട് എററൊന്നും വന്നില്ല. അതിന് ഈ രീതിയിലാണ് പാഴ്സ് ചെയ്തെടുത്തത്. 6 എന്ന് പറയുന്നത് ഇൻറ്റിജറായിട്ടും 0.1 എന്ന് പറയുന്നത് അടുത്ത റിയൽ നമ്പറിൻ്റെ വാല്യൂ ആയിട്ടും. അപ്പോൾ നമ്മൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആദ്യം ഇൻറ്റിജറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ വാല്യൂ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റർ കീ തന്നെ പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പേസോ ടാബോ എന്ത് പ്രസ് ചെയ്താലും മതി.